ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ജനജീവിതം ദുരിതത്തിലാക്കുന്ന കോഴിയാറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വെസ്റ്റ് ഹിൽ കോഴിയാറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് വിരുദ്ധ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വരയ്ക്കൽ ബലിതർപ്പണ ഭൂമിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധാഗ്നി മനുഷ്യാവകാശ പ്രവർത്തകനും അഴിമതി വിരുദ്ധ ജനകീയ മുന്നണി കൺവീനറുമായ KP സത്യകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പവിത്രമായ വരയ്ക്കൽ ക്ഷേത്രം, ബലിതർപ്പണ ഭൂമി, നൂറുകണക്കിന് ആളുകൾ തിങ്ങി താമസിക്കുന്ന ശാന്തിനഗർ കോളനി, NCC ഹെഡ്ക്വാർട്ടർ തുടങ്ങി സമീപ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ദുർഗന്ധം മൂലം ശുദ്ധവായു ശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിൽ ആരോഗ്യത്തിനും ജീവനും ഭീഷണിയാണെന്നും താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് വിതരണ മഹാദുരന്തം ഇവിടെ അനുവദിക്കരുതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ ഇത് നടപ്പാക്കുമെന്ന് ആവർത്തിച്ച് പത്രസമ്മേളനം നടത്തിയിരുന്നു മേയർ ബീന ഫിലിപ്പ്. എന്തുണ്ടായി? ജനകീയ സമരത്തിൽ അടിപടി അത് തകർന്ന് തരിപ്പണമാവുകയാണ് ഉണ്ടായത്. നിരവധി പേർക്ക് മർദ്ദനം, പോലീസിന്റെ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. നിരവധി പേർ ജയിലിൽ പോകേണ്ടി വന്നു. എന്നാലും ജനവിരുദ്ധമായ ആ പ്രവൃത്തിയെ ജനങ്ങളുടെ സമരത്താൽ അടിച്ചമർത്തുകയാണ് ചെയ്തത്. അതുപോലെ ഇവിടെയും 14 സെന്റിൽ ഇത്ര ദുർഗന്ധം വമിക്കുന്ന ജനങ്ങൾക്ക് മൗലിക അവകാശമായ ശുദ്ധവായു ശ്വസിക്കുന്നതിന് വിരുദ്ധമായ ഈ പ്രവർത്തനം നമുക്ക് തടയേണ്ടതാണ്. നമ്മൾ തടയുക തന്നെ ചെയ്യും. 14 സെന്റ് സ്ഥലത്ത് പൂർണ്ണമായി നിയമം ലംഘിച്ചു വരുന്ന പ്ലാന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന മിഷനറിയുടെ ഫിറ്റിംഗ്സ് അടിയന്തരമായി നിർത്തിവെക്കാൻ സമരസമിതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫ്രഷ് കട്ട് അടച്ചുപൂട്ടാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവ് നൽകിയതുപോലെ ഇവിടെയും നടപടി സ്വീകരിക്കണമെന്നും പ്ലാന്റിന്റെ ഒരു പ്രവർത്തനത്തിനും അനുമതി നൽകരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനകീയ സമരസമിതി ചെയർമാൻ K. ഷൈബു പ്രതിഷേധത്തിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ഡെസ്ക് മലബാർ ശബ്ദം.